ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആയിട്ട് ഈ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്ലേസാണ് കാണിക്കുന്നത്. അത് നല്ലൊരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ ഒരു കസിനാണ്. അവൾക്ക് ഇതിലോട്ട് യൂട്യൂബിലോട്ട് ചാനലിലൊക്കെ വരാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു വ്ളോഗ് നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക, അവളെ സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇറ്റ്സ് മീ നഹദിയ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടനൊക്കെ തൊട്ടപ്പെട്ടുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതും കൂടി ക്ലിക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളിയായ സ്ഥലമാണ്. അപ്പോൾ നല്ല വ്യൂസാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു വഴിയിൽ കൂടെ നടക്കുന്ന നല്ല അറ്റ്മോസ്ഫിയർ ഫീലാണ്. കാരണം പറഞ്ഞാൽ ഒരു വണ്ടിയുടെയും പൊല്യൂഷനും ഇല്ല. അപ്പോൾ ഇതിൽ കൂടെ നടക്കുന്ന നല്ല മൈൻഡ് ഫ്രീ ആവുന്ന റിലാക്സേഷൻ കിട്ടുന്നൊരു ഇതാണ്. അത് കാരണം ഞങ്ങളാരും ഇതിൻ്റെ ഒറ്റയ്ക്ക് ഇങ്ങനെ വരില്ല. കാരണം നല്ല ആ വീട് എത്തും തോറും ഒരു ഹൊറർ ഫീലാണ്. ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ആ വീടിൻ്റെ 4 സൈഡും നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊന്നും കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ഉണ്ട്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത് നല്ല 2 സൈഡായിട്ട് ജാതിക്ക തോട്ടാണ്. അപ്പോൾ ഈ കാണുന്നത് മൊത്തം ജാതിക്ക തോട്ടാട്ടോ. ഈ 2 ഏരിയ മൊത്തം ജാതിക്ക തോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജാതിക്ക തോട്ടം കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ജാതിക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, അതാട്ടോ ജാതിക്ക. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ചിലർക്ക് ഇത് നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന കേട്ടോ ആ വീട്. ഇനി ഇതിപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഒരു അങ്ങനെയാണ്. ഇനി കുറച്ചും കൂടി അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താൻ കുറച്ചും കൂടി നടക്കാണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോണ വഴി കാണാം. അപ്പോൾ ഇത് ആ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രൂട്ട് മരം കേട്ടോ. ഈ ഫ്രൂട്ടിൻ്റെ പേര് ബബ്ലൂസ് നാരങ്ങ ആണ്. ഞങ്ങളുടെ നാട്ടിൽ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയാണെങ്കിൽ അന്ന് കമൻറ്റിൽ അയക്കും കേട്ടോ. ആ സംഭവം കേട്ടോ.
ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഒരു വീട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു ടെൻഷനൊക്കെ ആയിട്ടും മൈൻഡ് ഫ്രീ ഒക്കെ പോയി. അപ്പോൾ രാത്രി ഒന്നും ആരും ഇവിടേക്ക് വരില്ല, ഈ വീട്ടിൽ താമസമൊന്നും ഇല്ല കേട്ടോ, എന്തോ അറിയില്ല. അപ്പോൾ നമുക്ക് ഈ പരിസരം വീടൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ ഉൾഭാഗം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ബാക്കിയുള്ള കാണാം. അപ്പോൾ ഇത് വീടിൻ്റെ പുറത്തുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഞങ്ങൾ അതിലൂടെ കയറി വെക്കുകയാണ്. അപ്പോൾ കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ച കാണാം. അപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇതിൻ്റെ മേലക്ക് സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ അവിടെ കയറിയില്ല, കാരണം അത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി വെറുതെ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ ലേറ്റായി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു വലിയൊരു കിണറുണ്ട്. ഞാൻ അവിടെ കൂടി പോയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിലൊരു ജാതിക്ക് കിട്ടിയിട്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കായ കേട്ടോ, അത് ഉണങ്ങിയതും പച്ചയായിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, വേറെ അതാ ഇത് പച്ച, ഇത് ഉണങ്ങിയത് കേട്ടോ. ആ റോസ് ഇങ്ങനെ ഉള്ളത് പച്ച, ഇത് ഉണങ്ങിയത് കേട്ടോ, ആ ബ്ലാക്ക് കളറിലുള്ളത്. അപ്പോൾ അറിയാത്തവർക്കാട്ടോ ഇത് പറഞ്ഞു തരുന്നത്. ഇതൊരു കണ്ടൊരു കുളം പോലെ തോന്നും, പക്ഷെ ഇത് കിണറാട്ടോ. നല്ല വലുതാണ്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ കാണുന്നുണ്ട് മീനുകളൊക്കെ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല നല്ല ഭംഗിയുണ്ട്. ആ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ കിണർ.
വലിയ കിണർ കണ്ടോ, നല്ല വലിയ കിണർ. അപ്പോൾ ഇത് ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കണ്ടാട്ടോ. ഇതൊരു സ്പൈസസ് ആണ്. ഇത് ശരിക്കും ഞങ്ങൾക്ക് അതിൻ്റെ പേര് വ്യക്തിയായിട്ട് അറിയില്ല എന്താണെന്ന്. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടോ, എനിക്ക് മനസ്സിലായ കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കണ്ണീർത്തുള്ളി കണ്ടിട്ടോ. അപ്പോൾ കുറേ കാലം ഇതൊക്കെ കണ്ടിട്ട്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് കണ്ണിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി നോക്കി. നല്ല പുളിയുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതറിയാത്തവരൊക്കെ ഇങ്ങനെ കമൻറ്റിൽ പറയട്ടെ, അറിയാത്തവരും കാണാത്തവരും കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി നോക്കിട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച്, അപ്പോൾ വീടൊക്കെ എത്താനായി. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയുക. അപ്പം ഞാനാണ് ഈ വീഡിയോ മൊത്തം ഏറ്റെടുത്തത്. അപ്പോൾ എന്നെ ഇഷ്ടമായാലും നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് വരാം നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാനിങ്ങനെ വരണമെങ്കിൽ ഒന്ന് പറയാൻ വേണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബായ്.